വാർത്തകൾ. മാനവ വികസന സൂചികകളിൽ കേരളം രാജ്യത്തിന് മാതൃക. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശബരിമലയിൽ ദർശനം നടത്തി. കെ. ആർ. നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. കോട്ടയം, തിരുവനന്തപുരം. സാക്ഷരത, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം എന്നീ മാനവ വികസന സൂചികകളിലെ മുന്നേറ്റം കാരണം കേരളം രാജ്യത്തിന് ഒരു മികച്ച മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസ്താവിച്ചു. 4 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സാക്ഷരതയുടെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചം പരത്തിയതിലൂടെ കേരളം രാജ്യത്തിന് മഹത്തായ സംഭാവനകളാണ് നൽകിയത്. വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാക്തീകരണമാണ് ഈ നാടിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം, രാഷ്ട്രപതി പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വർഷമാണിതെന്നും അവർ അനുസ്മരിച്ചു. പൂർവ്വ രാഷ്ട്രപതിക്ക് ആദരം സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി തിരുവനന്തപുരം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ. ആർ. നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. എളിമയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പ്രതീകമായിരുന്ന കെ. ആർ. നാരായണന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണമെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. ശബരിമലയിൽ ചരിത്രപരമായ ദർശനം. കേരള സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇരുമുടി കെട്ടുമായി 18ാം പടി ചവിട്ടിയ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായി ചരിത്രത്തിൽ ഇടം നേടി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലും പൂർണ്ണമായ ആചാരങ്ങളോടെയാണ് രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കിയത്. മുഖ്യ പ്രശംസകൾ. വിദ്യാഭ്യാസ മുന്നേറ്റം. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലെ സംസ്ഥാനത്തിന്റെ നേട്ടം. വനിതാ ശാക്തീകരണം. സ്ത്രീ പുരുഷാനുപാതത്തിലെ മികവും സ്ത്രീകളുടെ മുന്നേറ്റവും. സാമൂഹിക സൗഹാർദ്ദം. സമൂഹത്തിൽ സൗഹാർദ്ദവും സഹകരണവും നിലനിർത്തുന്നതിൽ കേരളം കാണിക്കുന്ന മാതൃകാപരമായ കാഴ്ചപ്പാട്. നവീകരണത്തിലൂടെയും അറിവിലൂടെയും മുന്നോട്ടു പോകാൻ കേരളത്തിലെ യുവതലമുറയെ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂ സിറ്റി, തിരുവനന്തപുരം.